ഗ്രാമഭംഗി തേടിയുള്ള ഒരു യാത്രയിൽ കണ്ണിലുടക്കിയ ഒരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം. ഇതാണ് വൈക്കത്ത് കൊയോങ്കര. അവിടെ വയൽക്കാറ്റ് എന്ന് പറയുന്ന ഒരു കെട്ടിടമാണ് ഇത്. അതിമനോഹര ഗ്രാമം എന്ന് പറഞ്ഞാൽ വാക്കുകളില്ല സത്യം പറഞ്ഞാൽ പറയാൻ. അത്രയും മനോഹരമായ ഒരു സ്ഥലമാണ് ഇത്. വൈകുന്നേര സമയങ്ങളിൽ ഒരുപാട് ആൾക്കാരാണ് ഇവിടെ എത്തിച്ചേരുന്നത്. അതായത് വൈകുന്നേരം ചില്ല് ചെയ്യാൻ എന്ന് വേണം പറയാൻ. അത്രയും മനോഹരമായ ഒരു സ്ഥലമാണ്. വൈകുന്നേര സമയങ്ങളിലെ ഒരു അമ്പലങ്ങളിലെ ഒക്കെ പാട്ടുകളും എല്ലാം കേൾക്കുമ്പോൾ മനസ്സിനൊന്ന് റിലാക്സ്ഡ് ആവാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമാണിത്. ചുറ്റുപാടും പച്ചപ്പാർന്ന പാടങ്ങൾ, അതിമനോഹര കാഴ്ച തന്നെയാണ് ഇവിടെ എത്തുന്നവർക്ക് കാണാൻ സാധിക്കുക. പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലം കൂടി ആകുമ്പോൾ, ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ആകുമ്പോൾ അടിപൊളിയായിരിക്കും. ഈ ഒരു സ്ഥലത്തിന്റെ പുറകുവശത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. 2 ജില്ലകളുമായി അതിർത്തി പങ്കിടുന്നുണ്ട് എന്നൊരു പ്രത്യേകത കൂടി ഇവിടെ നമുക്ക് കാണാനായി സാധിക്കും. തൊട്ടപ്പുറത്തെ സൈഡ് കണ്ണൂരും ഈ ഒരു സ്ഥലം കാസർഗോഡുമാണ് വരുന്നത്. അങ്ങനെ 2 ജില്ലകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മനോഹരമായ തോടുമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വൈകുന്നേര സമയങ്ങളിൽ ഒരുപാട് കൊക്കുകളും മറ്റും പറക്കുന്നതും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അത്രയും അതിമനോഹരമായ ഒരു സ്ഥലം എന്ന് തന്നെ വേണം പറയാൻ. ഈ ഒരു ബിൽഡിങ്ങിന്റെ ഏത് വശത്ത് നിന്നാൽ പോലും നമുക്ക് അതിമനോഹരമായ കാഴ്ചകളാണ് കാണാൻ സാധിക്കുക. 2 യുവാക്കൾ ചേർന്ന് കൃഷിയുടെ ആവശ്യത്തിനായിട്ടാണ് ഈ ഒരു ബിൽഡിംഗ് നിർമ്മിച്ചിരിക്കുന്നത്. അവർ കൃഷിയുടെ വിൽപ്പന നടത്തുന്നതിനായും കൃഷിയുടെ ഉപകരണങ്ങളൊക്കെ സൂക്ഷിക്കുന്നതിനും വേണ്ടിയാണ് ഈ ഒരു ബിൽഡിംഗ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷെ അത് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വന്ന് കണ്ട് ഒരുപാട് റീൽസുകളിലൊക്കെ നിറഞ്ഞു നിന്ന് വൈറലായിരിക്കുകയാണ് ഈ ഒരു ബിൽഡിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 2 യുവാക്കൾ ചേർന്നാണ് ഈ ഒരു വിശ്രമ കേന്ദ്രം പണിതീർത്തത് എന്ന്. ആ 2 യുവാക്കളാണ് ഈ നിൽക്കുന്നവർ. 2 പേരുടെ പേരെന്താ? സുകേഷ്, രനീഷ്. നിങ്ങൾ 2 പേരും ചേർന്നിട്ടാണല്ലോ ഈ ഒരു ഇത് നിർമ്മിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു നിർമ്മിച്ചത്? അമ്മ ഇടാനുള്ള കൃഷി ചെയ്യലുണ്ട്. നെൽകൃഷി നമ്മൾ പാട്ടത്തിൻ്റെ കൃഷി ചെയ്യുന്നതാണ്. പിന്നെ വത്തക്കയും കാര്യങ്ങളും നമ്മളെല്ലാം ഒന്നിച്ച് ബാക്കി വിശദാംശം പറഞ്ഞു. പിന്നെ അമ്മ കഴിഞ്ഞ വർഷം ഈ വയലെല്ലാം നെൽകൃഷി ഒരുപാട് ചെയ്തിട്ടുണ്ടായി. അതിനൊന്നായിട്ട് നമുക്ക് വിശ്രമിക്കാനും പിന്നെ പണി സാധനം പിന്നെ കൂട്ടിയെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സൗകര്യം വേണമെന്നുണ്ടായി മനസ്സിൽ. അങ്ങനെ ഒരു ആശയം വന്നു. അങ്ങനെ ഇത് ചെറുങ്ങന രീതി തുടങ്ങി. പിന്നെ നാട്ടുകാരെല്ലാം നല്ല സപ്പോർട്ട് ഉണ്ടായി. നമ്മുടെ സുഹൃത്തുക്കൾ കുറേ ആൾക്കാർ നമ്മളെ സഹായിക്കാനുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഇതിങ്ങനെ പണിത് അടിപൊളിയായി എന്ന് പറയാം. ഈ വയൽക്കാറ്റ് വിശ്രമ കേന്ദ്രത്തിൽ എത്തുന്നവർ കാണേണ്ട മറ്റൊരു സ്ഥലം കൂടിയുണ്ട്. ഇവിടെ അടുത്ത് തന്നെ ഒരു കുളമുണ്ട്. ആ കുളത്തിന്റെ കാഴ്ചകളൊന്ന് നമുക്ക് കണ്ടിട്ട് വരാം. തൊട്ടപ്പുറം വയല്, തൊട്ടിപ്പുറത്ത് കുളം. ഒരു ചെറിയ മഴയും ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ ആഹാ അന്തസ്, ഒന്നും പറയണ്ട. പ്രത്യേകിച്ച് നമ്മൾ ജെൻസി പിള്ളേർക്ക്. എന്തായാലും ഇവിടെ എത്തിയാൽ വൈബ് കിട്ടുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അത് ഞാൻ ഗ്യാരണ്ടി ആയിരുന്നു. അത്രയും അടിപൊളി സ്ഥലമാണ്. ഫുൾ വൈബ് ഓണാകും. വീഡിയോ ജേർണലിസ്റ്റ് അഗ്നേഷ് കുഞ്ഞുമംഗലത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്.